നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കസ്റ്റംസ് GST അഡീഷണൽ കമ്മീഷണറും അമ്മയും സഹോദരിയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ നടുക്കുന്ന വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. മനീഷിന്റെ അമ്മയുടെ തലയ്ക്ക് പിന്നിലായി പരിക്ക് പറ്റിയിട്ടുണ്ട് എന്ന സംശയം ശക്തമായിരിക്കുന്നു. മാത്രമല്ല, ഈ മക്കൾ ആത്മഹത്യ ചെയ്തത് അമ്മയ്ക്ക് അന്ത്യകർമ്മം ചെയ്ത ശേഷമാണ് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. അന്ത്യകർമ്മത്തിനായാണ് പൂക്കൾ വാങ്ങിയത്. ഈ പൂക്കൾ വാങ്ങിയതിന്റെ ബില്ലുകൾ കണ്ടെത്തിയിരിക്കുകയാണ്. നിർണായകമായ വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. എന്തായാലും പോലീസ് രണ്ട് കാരണങ്ങൾ സംശയിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാരണം അമ്മയുടെ മരണമാണോ ഇവരെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നാണ്. അമ്മ മരിച്ചു. എന്തായാലും അമ്മയുടെ മരണകാരണം എന്താണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ അറിയുവാൻ സാധിക്കുകയുള്ളൂ. അമ്മ മരിച്ചതോടെ ഫെബ്രുവരി 14 മക്കൾ ഓൺലൈനായി പൂക്കൾ വാങ്ങി. അമ്മയെ തുണിയിൽ പുതച്ച് പൂക്കൾ വിതറി. ശേഷം തലഭാഗത്ത് മനീഷും ശാലിനിയും അമ്മയ്ക്കൊപ്പം നിൽക്കുന്ന ചിത്രം വെച്ചു. അമ്മയെ ഏറെ സ്നേഹിച്ചിരുന്ന ഇരുവരും അമ്മ മരിച്ചത് പുറം ലോകത്തെ അറിയിക്കാതെ ആത്മഹത്യ ചെയ്തു. ഇതായിരിക്കാം മരണകാരണം എന്നാണ് കരുതുന്നത്. എന്തായാലും അമ്മയുടെ തലയ്ക്ക് പിന്നിൽ ഒരു മുറിവുണ്ടെന്ന സംശയമുണ്ട്. മാത്രമല്ല, ഈ അന്ത്യകർമ്മങ്ങൾ നടത്തിയത് എന്നും കണ്ടെത്തിയിരിക്കുകയാണ്. നിർണായകമായ വിവരം തന്നെയാണ്. മാത്രമല്ല, ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ സംശയം, എന്തുകൊണ്ട് ഇവർ ആത്മഹത്യയിലേക്ക് തിരിഞ്ഞു എന്നതിന് രണ്ടാമതൊരു സംശയമായി കരുതുന്നത് 2006 നടന്ന ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷയിൽ 1ാം റാങ്കുകാരിയായിരുന്നു ശാലിനി. 2 വർഷം ഡെപ്യൂട്ടി കളക്ടറായി ജോലി നോക്കി. പിന്നീട് പരീക്ഷയിൽ ക്രമക്കേട് നടന്നു എന്ന പരാതിയിൽ ശാലിനി ഉൾപ്പെടെയുള്ളവർക്ക് ജോലി നഷ്ടപ്പെട്ടു. ഇതിന്റെ മനോവിഷമത്തിലായിരുന്നു കുടുംബം. മൂത്ത സഹോദരിയായ ശാലിനിയെ മനീഷ് കേരളത്തിലേക്ക് കൊണ്ടുവന്നു. ഇതിനിടെ കേസ് ഏറ്റെടുത്ത CBI സഹോദരിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. അറസ്റ്റോ അല്ലെങ്കിൽ നാണക്കേടോ ഭയന്ന് അമ്മയെ കൊലപ്പെടുത്തിയ ശേഷം മക്കൾ തൂങ്ങി മരിച്ചോ എന്ന സംശയം, സാധ്യത ഒക്കെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ അമ്മയുടെ തലയ്ക്ക് പിന്നിൽ ഒരു മുറിവുണ്ട് എന്ന ഒരു കണ്ടെത്തൽ കൂടി വന്നിരിക്കുന്നത്. എന്തായാലും കൂടുതൽ വ്യക്തത മണിക്കൂറുകൾക്കുള്ളിൽ അറിയാൻ സാധിക്കും. എന്തായാലും ഈ സംഭവത്തിൽ നിർണായകമായ ഒരു കുറിപ്പ് പുറത്തു വന്നിരുന്നു. അതായത് കേരള പോലീസിന് ഈ കമ്മീഷണർ മനീഷ് എഴുതിയ ഒരു കുറിപ്പ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ആ കുറിപ്പിൽ എഴുതിയിരുന്ന കാര്യങ്ങൾ ഇപ്രകാരമായിരുന്നു: ടു കേരള പോലീസ്, സ്ഥലം, സ്വർണം, കാർ എന്നിവ സഹോദരിക്ക് കൈമാറണം. ജാർഖണ്ഡിലെ വീടിന്റെയും സ്ഥലങ്ങളുടെയും രേഖകൾ, സ്വർണ്ണാഭരണങ്ങൾ, കാർ, ബാങ്ക് സംബന്ധമായ രേഖകൾ ഇതെല്ലാം ഫയലിലാക്കി സൂക്ഷിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതൊക്കെ അബുദാബിയിലുള്ള എൻ്റെ സഹോദരിക്ക് കൈമാറണം. അവളുടെ പേരും ഫോൺ നമ്പറും ഒപ്പം നൽകുന്നുണ്ട്. ഡയറിയിൽ നിന്ന് കീറിയെടുത്ത പേപ്പർ കഷ്ണത്തിൽ ഇംഗ്ലീഷിലാണ് ഈ കുറിപ്പ് എഴുതിയിരിക്കുന്നത്. കിടപ്പുമുറിക്ക് സമീപത്തെ മേശപ്പുറത്ത് നിന്നാണ് പോലീസിന് ഇത് കിട്ടിയത്. അബുദാബിയിൽ ജോലി ചെയ്യുന്ന സഹോദരി പ്രിയയ്ക്ക് രേഖകൾ കൈമാറുക എന്ന ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതേസമയം മനീഷ് ഡയറിയിൽ ഹിന്ദിയിൽ എഴുതിയ കുറിപ്പും പോലീസിന് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഇത് ആത്മഹത്യക്കുറിപ്പാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. വീട് മാറാൻ പോകുന്ന മട്ടിൽ വീട്ടിലെ സാധനങ്ങളൊക്കെ കാർഡ്ബോർഡ് പെട്ടിയിൽ ഉൾപ്പെടെ അടുക്കി പെറുക്കി വെച്ചിരിക്കുകയായിരുന്നു. പരിശോധനയിൽ 2 അലമാരിൽ നിന്നായി 10 പവനോളം സ്വർണവും കണ്ടെടുത്തു. ഇത് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ജാർഖണ്ഡിലെ റാഞ്ചി സ്വദേശികളായ UC വിജയ്ക്കും ശകുന്തള അഗർവാളിനും 4 മക്കളായിരുന്നു. അച്ഛൻ മക്കളുടെ ചെറിയ പ്രായത്തിലെ മരിച്ചു. ബൊക്കോറയിൽ അധ്യാപികയായിരുന്ന അമ്മയാണ് 4 മക്കളെയും വളർത്തിയത്. ഒരു മകൾ വിവാഹം ചെയ്ത് വിദേശത്താണ്. ഒരു സഹോദരൻ നേരത്തെ മരിച്ചിരുന്നു. കോഴിക്കോട് കസ്റ്റംസ് പ്രിവന്റീവ് ജോയിന്റ് കമ്മീഷണർ ആയിരിക്കെയാണ് കഴിഞ്ഞ ഏപ്രിലിൽ മനീഷ് കൊച്ചിയിലേക്ക് സ്ഥലമാറ്റം കിട്ടി വരുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. നിർണായകമായ വിവരങ്ങളൊക്കെ പുറത്തു വരേണ്ടതായിട്ടുണ്ട്. എന്താണ് മരണത്തിലേക്ക് നയിച്ചത്, എങ്ങനെയാണ് ഈ കൂട്ടം മരണമുണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.